ബിഷപ്പുമാരെ, നിങ്ങൾക്ക് മാറാൻ സമയമായി, മാറ്റുവിൻ നിങ്ങളുടെ ചട്ടങ്ങളെ എന്ന് ഇപ്പൊ പറയാനുള്ളൂ. ഏകീകൃത കുർബാന തടയുന്നതിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ, കാരണങ്ങൾ അതെന്താണ്? അവ തിരുത്താതെ ഇവന്മാരും ഇവരുടെ തലവനായ ചില മെത്രന്മാരും കുത്തിത്തിരിപ്പുകൾ അവസാനിക്കുമോ, നിർത്തുമോ എന്നാണ് ചോദ്യം. വിമതരുടെ തലയ്ക്ക് പിടിച്ച തീവ്ര പ്രാദേശികവാദം ഒരു കാരണമാണ്. സഭയിലെ തെക്ക് ചങ്ങനാശ്ശേരി വിഭാഗങ്ങൾക്ക് കൊച്ചി അതിരൂപതയിലുള്ള പോലെ സിനഡിനോട്, അതെടുക്കുന്ന തീരുമാനങ്ങളോട് തീവ്ര ശത്രുത ഇല്ല എന്ന് യാഥാർത്ഥ്യം ആദ്യമേ പറഞ്ഞുകൊണ്ടേ. ചങ്ങനാശ്ശേരിയിലും തീവ്ര ചിന്തയില്ലാത്തതിനാലാണ് അവർ സമവായത്തിൽ 50-50 എന്ന ഫോർമുല സ്വീകരിച്ചത്. അവിടെയും ഇതിനെതിരെ സമരങ്ങൾ ചെയ്യാൻ അൽമായർക്കും വൈദികർക്കും സാധിക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. അവർ സമവായത്തെ കരുതി അത് വേണ്ടത് വെച്ചു. അതോടെ വലിയൊരു വിപത്താണ് വിശ്വാസികൾക്ക് ഒഴിവായിരിക്കുന്നത്. വിമതരുടെ എളിമയില്ലായ്മ, 50-50 എന്ന ഫോർമുല എങ്ങനെ സ്വീകരിച്ചാൽ അത് പരാജയമായി, തങ്ങളുടെ പരാജയമായി വ്യാഖ്യാനം ഉണ്ടാകുമോ എന്ന ഭീതി മൂലം തലതിരിഞ്ഞവർ. ഇതനുസരിക്കാതിരുന്നാൽ അതാണ് വിജയമെന്ന് വിശ്വസിക്കുന്ന കൂട്ടർ. ഏകീകൃത കുർബാന തടയുന്നതിന് പിന്നിൽ ഇവർ അണിനിരുന്നതിന്റെ കാരണവും ഒന്നുതന്നെയാണ്. വിവിധ ഇടവകകളിലെ സാമ്പത്തിക അട്ടിമറി പോലും തിരിമറി പോലും ചോദ്യം ചെയ്യാൻ ഒരു സംവിധാനത്തിനും സാധിക്കാത്ത ഒരു സിസ്റ്റം അതിരൂപതയെ സൃഷ്ടിക്കുക എന്നത് മറ്റൊരു ലക്ഷ്യം. ഇവയൊക്കെ തടയാൻ എത്ര നട്ടലുള്ള മെത്രന്മാരുണ്ട്? മെത്രന്മാരില്ലാതെ ഇവർ അനുസരിക്കുമോ എന്നത് മറ്റൊരു ചോദ്യം. ഒപ്പം മറ്റൊരു ഗുരുതരമായ കാര്യമുണ്ട്. യുവ വിദ്യാർത്ഥി തലമുറ സഭയിൽ നഷ്ടപ്പെടുന്ന ആടുകളായി മാറുകയാണ്. അവർ ദൈവവിശ്വാസത്തിൽ, ധാരണയിൽ, വഴക്കങ്ങളിൽ, വണക്കങ്ങളിൽ ഒക്കെ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു സംവിധാനം ഇതാ സഭയിൽ വളരും. അവർ നാട് വിടുന്നതിന് മറ്റു പല കാരണങ്ങളും നിർത്തിക്കഴിയും മെത്രാന്മാർ. അവരെ നല്ല വഴി ഉപദേശിച്ച് നേരെ നടത്തേണ്ട മെത്രാന്മാർക്കും വൈദികർക്കുമൊക്കെ പണികൾ വേറെ പലതാണ്. എറണാകുളത്തെ വൈദികർ നൽകിയ ആ ഒരു ദുർമാതൃക കാരണം കേരള സഭയോ സിറോ മലബാറോ ഒന്നും ഈ ചെറുപ്പക്കാർക്ക്, ഭൂരിഭാഗം ചെറുപ്പക്കാർക്ക് പ്രയോജനമില്ലാതാകും. വിദേശത്ത് പോയാലും ഏതെങ്കിലും ഒരു ലത്തീൻ പള്ളിയെങ്കിലും മതി തങ്ങൾക്ക് കർത്താവിനെ വണങ്ങാൻ, കുർബാന കൂടാൻ അത് ധാരാളം എന്ന് അവർ ചിന്തിക്കുന്നു. ലത്തീൻ മെത്രാന്മാരും വൈദികരും വളരെ ഭേദമെന്ന് കേരളത്തിലെ സിറോ മലബാർ സഭയിലെ ഈ കുഞ്ഞാടുകൾ, ഈ സഭയിലുണ്ടായ അപജയത്തിൽ നിന്നും കുഞ്ഞാടുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ വ്യക്തമായി ധരിച്ചു വെച്ചിട്ടുണ്ട്. അതിന് അവരെ വഴി പറഞ്ഞിട്ട് കാര്യമില്ല. സിനഡിലെ ബിഷപ്പുമാരുടെ ആവറേജ് പ്രായം എത്ര? 62. അവർ നഷ്ടപ്പെട്ട ആടുകളിൽ നിന്ന് ചിന്തിക്കുന്നത് ഈ യുവ വിദ്യാർത്ഥികളല്ല, ഗുണ്ടകളെയാണ്, വിമത ഗുണ്ടകളെ, പ്രത്യേകിച്ച് ഗുണ്ട വൈദികരെ. അവർ നഷ്ടപ്പെട്ടാലാണ് ഇവർക്ക് ഭീതി. യുവാക്കളും വിദ്യാർത്ഥികളും അവർ നഷ്ടപ്പെടുന്ന ആടുകളായി വളരെ പ്രായം കൊണ്ട് മുതിർന്നിരിക്കുന്ന സിനഡിന് അതങ്ങ് മനസ്സിലാകുന്നില്ല. അതിന് അവർക്ക് താല്പര്യവുമില്ല, സമയമില്ല. അപ്പോൾ പിന്നെ സഭയിലെ യുവതലമുറ അതിന് കൊഴിഞ്ഞുപോക്ക് തുടരുക. അവർ മാറുന്ന കാലത്തിനനുസരിച്ച് സഭ ഏതായാലും തങ്ങളുടെ ജീവിതം സുസ്ഥിരവും സമാധാനപൂർണവും എല്ലാത്തിനുമുപരി മനസമാധാനമുള്ളതുമായിരിക്കണം ചിന്തിക്കുന്ന കൂട്ടരാണവർ. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിഷപ്പുമാരെ, നിങ്ങൾ മാറാൻ സമയമായി, മാറ്റിവിൻ നിങ്ങളുടെ ചട്ടങ്ങളെ എന്ന് മാത്രമേ പറയാനുള്ളൂ. മെത്രാന്മാരുടെ ഒരു വാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? എല്ലാ രൂപതയിലും 25-നും 28-നും വയസ്സൊക്കെയുള്ള ചില സഹായ മെത്രന്മാരെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തുകൂടെ? അവർ ഈ തലതെറിച്ച പാമ്പ്ലാനി പോലെ ആയിരിക്കരുത് ദയവ് ചെയ്ത്. സിനഡിൽ അവർ നഷ്ടപ്പെടുന്ന ആടുകളായ യുവാക്കളുടെ വിദ്യാർത്ഥികളെ പ്രതിനിധികളാകട്ടെ. അവരെ നേർവഴിക്ക് നയിക്കാൻ ഈ ചെറുപ്പക്കാരായ മെത്രാന്മാർ തന്നെ വരട്ടെ. ഈ സഹായ മെത്രന്മാരിൽ നിന്നും സിനഡ് ഫീഡ്ബാക്ക് എടുക്കണം. ഈ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ എന്താണ്, സഭയുമായി മുന്നോട്ട് പോകുന്നതിൽ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള കണക്കെടുപ്പ് നടത്തണം. അതിന് വയോധികർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അവരുടെ അഭിമാനം, അവരുടെ പരിചയം, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ മഹത്വം, അവരുടെ സ്ഥാനം, അതൊന്നും അവരെ ഇതിന് അനുവദിക്കില്ല. യുവ വിദ്യാർത്ഥി തലമുറയുമായി ഇടപഴകാൻ, അവരുമായി സംവദിക്കാൻ സഹായ മെത്രാന്മാർ, ചെറുപ്പക്കാരായ സഹായ മെത്രാന്മാർ തന്നെ വേണം. അല്ലാതെ സിനഡ് മുഴുവൻ, രൂപത മുഴുവൻ വിഭജിച്ച് എല്ലാ ഇടവകൾക്കും ഓരോ മെത്രാൻ എന്ന നിലയിൽ മെത്രാന്മാരെ നിയോഗിക്കുകയല്ല വേണ്ടത്. സഹായ മെത്രാന്മാരെ നിയോഗിക്കണം. എന്നിട്ട് ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവരുടെ ആവലാതികൾ, അവരുടെ നിർദ്ദേശങ്ങൾ, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, ഇതൊക്കെ പരിഗണിക്കണം. കാരണം എല്ലാം ന്യൂജനാണ് ഇപ്പോൾ. അവരുടെ വാക്ക് നിങ്ങൾ കേട്ടില്ലെങ്കിൽ അവർ വേറെ സഭ തേടി പോകും, വേറെ ദേവാലയം തേടി പോകും. അതിനൊരു സംശയം വേണ്ട. കാരണം അവർ ഇന്ത്യക്ക് പുറത്ത് ഏതൊരു രാജ്യത്തെ ദേവാലയത്തിൽ പോയാലും ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകുന്നത് നമ്മുടെ ഈ ഭവനത്തിൽ, നമ്മുടെ ഇന്ത്യയാകുന്ന, കേരളമാകുന്ന ഭവനത്തിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ അതിനുള്ള
ഒരു ആർജവമെങ്കിലും കാണിക്കണമെന്നാണ് ഇപ്പോൾ സിനഡിലെ മധ്യവയോധികരായ വന്ധ്യ മെത്രാന്മാരോട് അപേക്ഷിക്കുന്നത്.